PSC നടത്തിയ DHS 2024 ഒപ്റ്റോമെട്രിസ്റ്റ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് എക്സാം അനാലിസിസ് വീഡിയോ അതുപോലെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആരും ഓവർ ടെൻഷൻ ആവാണ്ടിരിക്കുക. അപ്പോൾ ആൻസർ കീ നോക്കിയിട്ട് കുറേ പേർക്ക് മാർക്ക് കൂടുതലുണ്ടാവാം പ്രതീക്ഷിച്ചതിലും, ചിലർക്ക് മാർക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ പല രീതിയിലും അഫക്റ്റ് ചെയ്യാം. എന്ത് തന്നെ ആയാലും നിങ്ങൾ നിങ്ങളുടെ 100% എടുത്ത് നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഹാർഡ് വർക്കും ചെറിയൊരു ഭാഗ്യം കൂടെയാണ് നമ്മൾ ഈ PSC എക്സാംസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് ക്ലിയർ ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനാലോചിച്ച് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എങ്കിൽ ഇത് തന്നെ കിട്ടട്ടെ. അതല്ല, ഇത് കിട്ടാത്തവർക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ളത് വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിലും നിരാശപ്പെടാണ്ട് നമ്മളുടെ ഭാഗം മാക്സിമം ട്രൈ ചെയ്യുക. കോൺഫിഡൻസോട് കൂടെ മുമ്പോട്ട് പോവുക, ഒന്നിലും തളരാതിരിക്കുക. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഒരുപാട് പേര് എക്സാം ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്, സങ്കടപ്പെട്ടിട്ടാണ് മെസ്സേജുകൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ DME DHS ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഈ എക്സാം കുറച്ച് ലെവൽ കൂടിയ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ്. മെയിനായിട്ട് ഫാർമക്കോളജി, മൈക്രോബയോളജി ഭാഗത്തു നിന്നൊക്കെ. മൈക്രോബയോളജിയൊക്കെ പ്യുവർ മൈക്രോബയോളജിയാണ് ചോദിച്ചത്. അതായത് നമ്മൾ കുറച്ചൊക്കെ ഡിസീസ് റിലേറ്റഡ് ഒക്കെ ആയിട്ട്, നമ്മളുടെ ഐ റിലേറ്റഡ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അപൂർവമായിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ കണ്ടിട്ടില്ല എന്ന് പറയാം. അതേപോലെ തന്നെ ഫാർമക്കോളജിയുടെ ഏരിയയിൽ നിന്നും നന്നായിട്ട് ടഫായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മളുടെ നോർമൽ ഒപ്റ്റോമെട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ ഇതാണ് കറക്റ്റ് എന്ന് തോന്നും, പക്ഷേ നമ്മൾ ഓപ്ഷൻസ് ഫുള്ളായിട്ട് വായിച്ച് സമയമെടുത്ത് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യുമ്പോൾ നമുക്കിതല്ല, ഇതിനേക്കാൾ ബെറ്റർ വേറെ ആൻസർ ഉണ്ടെന്ന് തോന്നും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആരും നിരാശപ്പെടാണ്ടിരിക്കുക. എന്തായാലും ഇപ്പോൾ നമ്മൾ DME DHS ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പ് നടന്നതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം ടഫ് ലെവലിൽ തന്നെയാണ് തോന്നുന്നത്. കട്ട് ഓഫ് മാർക്ക് എന്തായാലും മുമ്പുള്ളതിനേക്കാൾ കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ DMEയുടെ നോക്കുകയാണെങ്കിൽ 80 പോയിൻറ്റ് സംതിങ് ആയിരുന്നു. DHSൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ 76 പോയിൻറ്റ് സംതിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു അനാലിസിസ് വെച്ചിട്ട് 75 കുറയാനാണ് ചാൻസ്. ഒരു 73 to 75 ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ടൊക്കെ കട്ട് ഓഫ് വരാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ച് പേരുടെ റിപ്ലൈകളും അതുപോലെ അവരുടെ ഒരു അനാലിസിസൊക്കെ വെച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൊവിഷണൽ ആൻസർക്ക് ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്സ് ഓഫ് സെൽസ് ഫൗണ്ട് ഇൻ റെറ്റിന ആർ. ഓപ്ഷൻസ്: A പർക്കിഞ്ചെ സെൽസ്, B ഷ്വാൻ സെൽസ്, C ന്യൂറോഗ്ലിയൽ സെൽസ്, D അമാക്രൈൻ സെൽസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D അമാക്രൈൻ സെൽസ് ആണ്. ആർക്കും ഡൗട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദ ഐ ലെൻസ് ഈസ്. ഓപ്ഷൻസ്: A കോൺകേവ്, B കോൺവെക്സ്, C ബൈ കോൺകേവ്, D ബൈ കോൺവെക്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D ബൈ കോൺവെക്സ് ആണ്. ഇതും നമ്മൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ആവറേജ് നോർമൽ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 3, നാസോ ലാക്രിമൽ ഡക്ട് ഓപ്പൺ ഇൻ ടു. ഓപ്ഷൻസ്: A ഇൻഫീരിയർ മിയാറ്റസ്, B സുപ്പീരിയർ മിയാറ്റസ്, C മിഡിൽ മിയാറ്റസ്, D മാക്സിലറി സൈനസ്. ഇത് പ്യുവറായിട്ടും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ A ഇൻഫീരിയർ മിയാറ്റസ് ആണ്. നെക്സ്റ്റ്, ദി ജംഗ്ഷൻ ബിറ്റ്വീൻ കോർണിയ ആൻഡ് സ്ക്ലിയർ ഐ ഈസ് കോൾഡ്. ഓപ്ഷൻസ്: A ആൻറ്റീരിയർ ചാമ്പർ, B ലിംബസ്, C ലെൻസ്, D നൺ ഓഫ് ദ എബോവ്. ഇത് എന്താണ്? ഓപ്ഷൻ B ലിംബസ് ആണ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഹാസ് നോൺ കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയം വിത്ത് ഗോബ്ലെറ്റ് സെൽസ്. ഇതിൻ്റെ ഓപ്ഷൻസ്: A ബോണി ഓർബിറ്റ്, B ഒപ്റ്റിക് നെർവ്, C ഐലിഡ്സ്, D കൺജൻറ്റൈവ. ഇത് ചിലർക്കെങ്കിലും ഓപ്ഷൻ C ഐലിഡ് ആണോ ഓപ്ഷൻ D കൺജൻറ്റൈവ ആണോ ചിലർ ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D കൺജൻറ്റൈവ ആണ്. കൺജൻറ്റൈവയിലാണ് ഗോബ്ലെറ്റ് സെൽസ് ഒക്കെ കാണുന്നത്. കൺജൻറ്റൈവേൻ്റെ അനാട്ടമി പറയുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. മൈക്രോസ്കോപ്പി സ്ട്രക്ചറൊക്കെ പറയുന്ന സ്ഥലത്ത് അത് പറയുന്നുണ്ട്. നെക്സ്റ്റ്, വിച്ച് മസിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ എലിവേഷൻ ഓഫ് അപ്പർ ഐലിഡ്. ഓപ്ഷൻസ്: A മീഡിയൽ റെക്ടസ്, B ലെവേറ്റർ പാൽപെബ്രെ സുപ്പീരിയോറിസ്, C സുപ്പീരിയർ ഒബ്ലിക്, D സുപ്പീരിയർ റെക്ടസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ B ലെവേറ്റർ പാൽപെബ്രെ സുപ്പീരിയോറിസ് ആണ്. ഇത് മാർക്കും കൺഫ്യൂഷനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ സുപ്പീരിയർ റെക്ടസിൻ്റെ ഫംഗ്ഷനും എലിവേഷനും പഠിക്കാറുണ്ട്. പക്ഷേ റെസ്പോൺസിബിൾ ഫോർ എലിവേഷൻ ഓഫ് അപ്പർ ഐലിഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലെവേറ്റർ പാൽപെബ്രെ സുപ്പീരിയോറിസ് തന്നെയാണ് ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്ട്രക്ചർ ഈസ് സീൻ എബോവ് ദ ബോണി ഓർബിറ്റ്. ഓപ്ഷൻസ്: A ഫ്രോണ്ടൽ സൈനസ്, B മിഡിൽ ക്രേനിയൽ ഫോസ, C ആൻറ്റീരിയർ ക്രേനിയൽ ഫോസ, D മാക്സിലറി സൈനസ്. ഇതിൻ്റെ ആൻസറും
ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഫ്രോണ്ടൽ സൈനസ് വരുമോ അതോ ആൻറ്റീരിയർ ക്രേനിയൽ ഫോസ വരുമോ എന്ന്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആൻറ്റീരിയർ ക്രേനിയൽ ഫോസയാണ്. നമ്മുടെ കോംപ്രഹെൻസീവ് ഓഫ്താൽമോളജിയിൽ കറക്റ്റ് പറയുന്നുണ്ട് അപ്ലൈഡ് അനാറ്റമിയുടെ ഭാഗത്ത് ബോണി ഓർബിറ്റ് എന്ന് പറയുന്നത്. ദ ബോണി ഓർബിറ്റ്സ് ആർ ക്വാഡ്രാങ്കുലാർ ട്രങ്കേറ്റഡ് പിരമിഡ്സ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദി ആൻറ്റീരിയർ ക്രേനിയൽ ഫോസ എബോ ആൻഡ് ദ മാക്സിലറി സൈനസസ് ബിലോ. ഇങ്ങനൊരു സെൻറ്റൻസ് ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രോണ്ടൽ സൈനസ് ആൻസർ ആവാനുള്ള സാധ്യത കുറവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്ലൂയിഡ് ബിറ്റ്വീൻ ദ റെറ്റിന ആൻഡ് ദ ലെൻസ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് എ വിട്രിയസ് ഹ്യൂമർ, ബി ഹ്യൂമസ്, സി അക്വസ് ഹ്യൂമർ, ഡി സൈനോവിയൽ ഫ്ലൂയിഡ്. ഇത് മാർക്കും ഡൗട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഓപ്ഷൻ എ വിട്രിയസ് ഹ്യൂമർ ആണ് ആൻസർ. നെക്സ്റ്റ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഒപ്റ്റിക് നെർവ് ഇഞ്ചുറി. ഓപ്ഷൻസ് എ ഇൻട്രാക്രേനിയൽ, ബി ഇൻട്രാ ഓർബിറ്റൽ, സി ഇൻട്രാ കനാലിക്കുലർ, ഡി ഇൻട്രാ മിയാറ്റൽ. ഇതിൻ്റെ ആൻസർ പി എസ് സിയുടെ ആൻസർ കീ ഓപ്ഷൻ സി ഇൻട്രാ കനാലിക്കുലാർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. ഇൻട്രാ ഓർബിറ്റൽ വരുമോ എന്നുള്ളതും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇൻട്രാ ഓർബിറ്റൽ അല്ലെങ്കിൽ ഇൻട്രാ കനാലിക്കുലാർ ഇതിൻ്റെ ആൻസർ. പക്ഷേ പി എസ് സിയുടെ ആൻസർ കീ ഇൻട്രാ കനാലിക്കുലാർ ആണ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്. സ്നെല്ലൻസ് ചാർട്ട് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ്. ഓപ്ഷൻസ് എ വിഷൻ, ബി റിഫ്രാക്ഷൻ, സി കളർ ബ്ലൈൻഡ്നെസ്, ഡി presbyopia. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ വിഷൻ ആണ്. ഇതിലൊന്നും ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈജിപ്ഷ്യൻ ഓഫ്താൽമിയ ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻസ് എ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, ബി മൊറാക്സല ലാക്യുനേറ്റ, സി ഹീമോഫിലസ് ഈജിപ്റ്റിക്കസ്, ഡി സ്യൂഡോമോണാസ് എറോജിനോസ. ഇതിൻ്റെ ആൻസറും പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. കാരണം നമ്മുടെ ടെക്സ്റ്റിൽ ഈജിപ്ഷ്യൻ ഓഫ്താൽമിയ കോസ് ചെയ്യുന്നത് ക്ലാമിഡിയ ട്രക്കോമാറ്റിസ് ആണ്. എന്നാൽ നമ്മളുടെ ഓപ്ഷനിലാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അപ്പോൾ പലരും ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ ചിലർ നമ്മളിതിൽ നിന്ന് ഏകദേശം ഒരു ധാരണ വെച്ചിട്ടൊക്കെ ഈജിപ്ഷ്യൻ ഓഫ്താൽമിയ എന്നുള്ളത് ചിലരൊക്കെ ഹീമോഫിലസ് ഈജിപ്റ്റിക്കസ് ആ ഒരു ഈജിപ്റ്റിക്കസ് ഒക്കെ കണ്ട് ചിലപ്പോൾ അത് ആൻസർ ചെയ്തവരും ഉണ്ടാവാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആൻസർ പി എസ് സി കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ഹീമോഫിലസ് ഈജിപ്റ്റിക്കസ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം, നമ്മളെല്ലാവരും കൂടുതലായിട്ട് റെഫർ ചെയ്യുന്നത് എ ഖുറാനയുടെ ടെക്സ്റ്റുകളാണ്. അപ്പോൾ അതിലാണ് ഇങ്ങനൊരു ആൻസർ കിടക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സിലബസാണ് നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മൾ ഇന്ന ബുക്ക് റെഫർ ചെയ്യണമെന്ന് എവിടെയും പറയുന്നില്ല. അപ്പോൾ എവിടെ നിന്നും പി എസ് സിക്ക് ആ സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹീമോഫിലസ് ഈജിപ്റ്റിക്കസും ആൻസറായിട്ട് വരാം. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആൻസറും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആൻസറും കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലീഡിങ് ഇൻഫെക്ഷ്യസ് കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഈസ്. ഓപ്ഷൻസ് എ ട്രക്കോമ, ബി ഓഫ്താൽമിയ ന്യൂനാറ്റോറം, സി റെഡ് ഐ, ഡി ആംഗുലാർ കൺജക്റ്റിവൈറ്റിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ട്രക്കോമയാണ്. ഇതിലാർക്കും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്യൂട്ട് ഹെമറാജിക് കൺജക്റ്റിവൈറ്റിസ് ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻസ് എ എൻഡ്രോവൈറസ് 70, ബി അഡെനോവൈറസ്, സി വാരിസെല്ല സോസ്റ്റർ വൈറസ്, ഡി സൈറ്റോമെഗാലോ വൈറസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതാർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഓൾറെഡി ചെയ്തിട്ടുള്ളതായിരുന്നു. ഓപ്ഷൻ എ എൻഡ്രോവൈറസ് 70 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് കോമൺ ഒക്കുലാർ ഫൈൻഡിങ് ഇൻ മലേറിയ ഈസ്. ഓപ്ഷൻസ് എ കൺജക്റ്റിവൈറ്റിസ്, ബി റെറ്റിനൽ ഹെമറേജ്, സി കെരാറ്റൈറ്റിസ്, ഡി ഓഡിയോളം. ഇതും പലരും സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി റെറ്റിനൽ ഹെമറേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിലാറ്ററൽ പെയിൻലെസ് കോറിയോ റെറ്റിനൽ ഗ്രാനുലോമ ഈസ് ദി മോസ്റ്റ് കോമൺ ഫൈൻഡിങ് ഓഫ്. ഓപ്ഷൻസ് എ ഒക്കുലാർ സിസ്റ്റിസെറോസിസ്, ബി ഒക്കുലാർ ഓങ്കോസെർക്കിയാസിസ്, സി ഒക്കുലാർ ട്രിക്കിനെല്ലോസിസ്, ഡി ഒക്കുലാർ ലാർവ മൈഗ്രൻസ്. ഇതും കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം നമ്മളാരും ഇതുവരെ വായിക്കാത്ത ഏരിയ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഒക്കുലാർ ലാർവ മൈഗ്രൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈക്കോട്ടിക് കെരാറ്റൈറ്റിസ് ഈസ് കോമൺലി കോസ്ഡ് ബൈ. ഓപ്ഷൻസ് എ പെനിസിലിയം, ബി ഫിസേറിയം, സി കാൻഡിഡ, ഡി ആസ്പെർഗില്ലസ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. DHSനും ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓപ്ഷൻ ഡി ആസ്പെർഗില്ലസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ്. ഓപ്ഷൻസ് എ ഫ്ലെജല്ല, ബി ക്യാപ്സ്യൂൾ, സി ഫിംബ്രിയെ, ഡി സെൽവാൾ. ഇതും മൈക്രോബയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ക്യാപ്സ്യൂൾ ആണ്. മൈക്രോബയോളജി മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ നമ്മൾ ഒപ്റ്റോമെട്രി റിലേറ്റഡ് ആയിട്ട് പോകുമ്പോൾ നമുക്കത് കുറച്ച് ടഫായിട്ട് തോന്നും. എന്തായാലും ഇതോടെ മനസ്സിലാക്കി വെക്കുക. നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ക്യാപ്സ്യൂളിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രാംസ് അയഡിൻ ആക്ടാസ് ഡാഷ് ഇൻ ഗ്രാം സ്റ്റെയിനിങ്. ഓപ്ഷൻസ് എ ഫിക്സേറ്റീവ്, ബി ക്രയോ പ്രൊട്ടക്റ്റൻറ്റ്, സി മോഡൻറ്റ്, ഡി കളറൈസർ.
ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതെന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അയഡിൻ എന്ന് പറയുന്നത് മോഡേൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ ഇൻഡിക്കേറ്റർ ഫോർ അനറോബിക് കണ്ടീഷൻ ഇൻ ഗ്യാസ് പാക്ക് സിസ്റ്റം ഈസ് ഓപ്ഷൻസ് എ റെഡ്യൂസ്ഡ് മെഥിലീൻ ബ്ലൂ, ബി ബഫേർഡ് മെഥിലീൻ ബ്ലൂ, സി പോളിക്രോം മെഥിലീൻ ബ്ലൂ, ഡി നൺ ഓഫ് ദ എബോ. ഇതും അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയേണ്ടി വരിക. കാരണം നമ്മുടെ സിലബസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരും പഠിച്ചു വരുന്നവരാണ്. പിന്നെ PSCയുടെ ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ടും കുറച്ച് എന്താ പറയുക, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടൊക്കെയുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ടാവും. സോ ആ സമയത്ത് നമ്മൾ നമ്മളുടെ അറിവുകൾ വെച്ച് ആ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഗ്യാസ് പാക്ക് സിസ്റ്റത്തിലെ അനറോബിക് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. ഇത് ഈ ക്വസ്റ്റ്യനായിട്ട് വലിയ ടച്ചൊന്നും ഇല്ലാത്തവർക്കും വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം അനറോബിക് കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം അധികവും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു കാര്യം അറിയുന്നവർക്ക് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ റെഡ്യൂസ്ഡ് മെഥിലീൻ ബ്ലൂ എന്ന് അറ്റൻഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the 3 components of PCR involves all except options A DNA extraction, B amplification, C gel documentation, D blotting. ഇതിൻ്റെ ആൻസർ കൊടുത്തത് PSCയുടെ ആൻസർക്ക് ഓപ്ഷൻ ഡി ബ്ലോട്ടിംഗ് ആയിരുന്നു. ബാക്കിയെല്ലാം PCR ഇൻവോൾവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിൽ PCR എന്ന് വെച്ചാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിഞ്ഞിരിക്കും. DNA എക്സ്ട്രാക്ഷൻ, ആംപ്ലിഫിക്കേഷൻ ഇതൊക്കെ അതിലുണ്ടെന്നും കുറേ പേർക്ക് അറിയുമായിരിക്കും. ആ ഒരു ജെൽ ഡോക്യുമെൻറ്റേഷനും ബ്ലോട്ടിങ്ങും തമ്മിലായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവുക. ആക്ച്വലി ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കും PCR യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ പ്രിഫേർഡ് ആയിട്ടുള്ളത് ജെൽ ഡോക്യുമെൻറ്റേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ബ്ലോട്ടിംഗ് കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദി ടെസ്റ്റ് ഫോർ വിഷ്വൽ അക്യൂട്ടി ഡിസ്റ്റൻറ്റ് വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഓപ്ഷൻസ് എ സ്നെല്ലൻസ്റ്റാറ്റ്, ബി ജാഗർസ്റ്റാറ്റ്, സി ജെറം സ്ക്രീൻ, ഡി കൺഫ്രോണ്ടേഷൻ ടെസ്റ്റ്. ആർക്കും സംശയമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഓപ്ഷൻ എ സ്നെല്ലൻസ്റ്റാറ്റ് ആണ് ആൻസർ. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വിഷ്വൽ അക്യൂട്ടി ആർ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ സ്റ്റിമുലസ് ഫാക്ടേഴ്സ്, ബി റെറ്റിനൽ ഫാക്ടേഴ്സ്, സി ഒപ്റ്റിക്കൽ ഫാക്ടേഴ്സ്, ഡി സിസ്റ്റമിക് ഫാക്ടേഴ്സ്. ഇതിൽ ഈ സ്റ്റിമുലസ് എന്നുള്ളതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ്, സൈസ്, ലൂമിനൻസ് അതൊക്കെയാണ് സ്റ്റിമുലസ് ഫാക്ടേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും വിഷ്വൽ അക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സംശയമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ ഒരു ലൂമിനൻസ് കൂടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ്, റെറ്റിനൽ ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളുടെ റെറ്റിനയിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാക്കുലാർ ലീഷൻസ്, അതുപോലെ തന്നെ റെറ്റിനൽ ഡീജനറേഷനൊക്കെ ഉള്ളവർക്കൊക്കെ എന്തുണ്ടാവും? അതിൻ്റേതായുള്ള പ്രോബ്ലം ഉണ്ടാവും വിഷ്വൽ അക്യൂട്ടിയിൽ. നമ്മളുടെ ലൈറ്റ് റേസ് ഒക്കെ റെറ്റിനയിൽ പോയിട്ടല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്തായാലും അഫക്റ്റ് ചെയ്യുമല്ലോ. പിന്നെ ഒപ്റ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഒപ്റ്റിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളുടെ ഐയുടെ ഒപ്റ്റിക്സ്, കോർണിയ, അതുപോലെ അത് കടന്നു പോകുന്ന മീഡിയംസ് ഉണ്ടല്ലോ, ലൈറ്റ് റേസ് കടന്നു പോകുന്ന മീഡിയംസ്, കോർണിയ, അതുപോലെ ലെൻസ്, വിട്രിയസ്, ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും? അതും അഫക്റ്റ് ചെയ്യും. പിന്നെ ഓപ്ഷൻ ഡി എന്താ? സിസ്റ്റമിക് ഫാക്ടേഴ്സ്. ഇതിൽ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റമിക് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് വല്ല സിസ്റ്റമിക് ഡിസോർഡേഴ്സ്, ആയിട്ട് കണക്റ്റ് ആവാത്ത തരത്തിലുള്ള സിസ്റ്റമിക് ഡിസോർഡേഴ്സ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും വിഷനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡിനോട്ട്സ് എ പേഴ്സൺ സഫറിംഗ് ഫ്രം പാർഷ്യൽ കളർ ബ്ലൈൻഡ്നെസ്? ഓപ്ഷൻസ് എ പ്രോട്ടനോപ്സ്, ബി ഡ്യൂട്രനോമലി, സി ഡ്യൂട്രനോപ്സ്, ഡി മോണോക്രോമാറ്റ്സ്. ഇതും ചിലർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. കാരണം പാർഷ്യൽ കളർ ബ്ലൈൻഡ്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ഡ്യൂട്രനോമലി മാത്രമേ അതിൽ കറക്റ്റായിട്ട് വരൂ. കാരണം നമ്മൾ അനോമലസ് എന്ന് പറയുമ്പോൾ അതിലെന്താ വരുന്നത്? അതായത് ആ ലൈറ്റ് റേസിനെ പെർസീവ് ചെയ്യാനുള്ള മെക്കാനിസത്തിൻ്റെ ഡിഫക്റ്റീവാണ്. ആ മെക്കാനിസം ഡിഫക്റ്റീവ് ആവുന്നത് കാരണം കൊണ്ടാണ് അനോമലസ് ആവുന്നത്. ഈ അനോപ്പിയ എന്നൊക്കെ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ലൈറ്റ് റേസിനെ, ഇപ്പോൾ കോൺ പിഗ്മെൻറ്റ്സിലെ ഏതെങ്കിലും ഒരു ലൈറ്റിനെ കാണാനുള്ള ഒരു മെക്കാനിസം കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആവുക ചെയ്യുന്നത്. സോ ഇവിടെ അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ഡ്യൂട്രനോമലി തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അക്വസ് ഹ്യൂമറീസ്. ഓപ്ഷൻസ് എ ലെൻസ്, ബി ഐറിസ്, സി സിലിയറി പ്രോസസ്, ഡി സസ്പെൻസറി ലിഗമെൻറ്റ്സ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി സിലിയറി പ്രോസസ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊന്നും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്വസ് ഹ്യൂമർ അൾട്ടിമേറ്റ്ലി ഡ്രെയിൻസ് ഇൻ ടു എപ്പിസ്ക്ലിയറൽ വെയിൻസ് ത്രൂ. ഓപ്ഷൻസ് എ കൺജൻറ്റേവ, ബി കനാൽ ഓഫ് ഷ്ലം, സി വിട്രിയസ് ചാമ്പർ, ഡി സ്ക്ലീറ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കനാൽ ഓഫ് ഷ്ലം ആണ്. ഇത് നമ്മൾ അക്വസ് ഹ്യൂമറിൻ്റെ ഡ്രൈനേജ് പാത്വേ ഒക്കെ പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് അത് കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ടേൺ ഓവർ ഓഫ് അക്വസ് ഹ്യൂമർ ടേക്സ് പ്ലേസ് വിത്തിൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി എബൌട്ട് 1 hour ആണ് കൊടുത്തിട്ടുള്ളത്.
ഇതും കുറച്ചുകൂടെ ടഫായിട്ട് തോന്നി ക്വസ്റ്റ്യൻ. അത്രയും ഡീപ്പായിട്ട് വായിച്ചവർക്ക് മാത്രമേ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. നെക്സ്റ്റ്, അബ്നോർമൽ IOP ഇൻട്രാ ഓക്കുലാർ പ്രഷർ ക്യാൻ ബി സീൻ ഇൻ ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ ഡിക്രീസ്ഡ് അബ്സോർപ്ഷൻ ത്രൂ ദി ട്രബിക്കുലാർ ടിഷ്യൂ, ബി ഒക്കുലാർ ഇഞ്ചുറി, സി കൺജക്റ്റിവൈറ്റിസ്, ഡി ഒബ്സ്ട്രക്ഷൻ ടു പാസേജ് ഓഫ് അക്വസ് ഹ്യൂമർ ത്രൂ ദ പ്യൂപ്പിൾ. ഇതിൻ്റെ ആൻസറും ആർക്കും സംശയമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഓപ്ഷൻ സി കൺജക്റ്റിവൈറ്റിസ് ആണ്. ബാക്കി എല്ലാത്തിലും IOPനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ഐബോൾ മെയ്ഡ് ഫ്രം ദ മിഡ് പൊസിഷൻ ഓഫ് ഗേസ് ഓർ കോൾഡ്. ഓപ്ഷൻസ്: എ കോൺജുഗേറ്റ് മൂവ്മെൻറ്റ്സ്, ബി കാർഡിനൽ മൂവ്മെൻറ്റ്സ്, സി വെസ്റ്റിബുലാർ മൂവ്മെൻറ്റ്സ്, ഡി സാക്കാഡ്സ്. ഇതും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു. ഇതിൽ കോൺജുഗേറ്റ് മൂവ്മെൻറ്റ്സും സാക്കാഡ്സും അല്ലാന്ന് കൂടുതൽ പേർക്കും അറിഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ്, വെസ്റ്റിബുലാർ മൂവ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? ഐ മൂവ്മെൻറ്റ്സ് ഒക്കർ ഇൻ റെസ്പോൺസ് ടു ഹെഡ് മൂവ്മെൻറ്റ്സ്. അതാണ് നമ്മൾ വെസ്റ്റിബുലാർ മൂവ്മെൻറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഹെഡിൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ചിട്ട് നമ്മുടെ ഐയിൽ സംഭവിക്കുന്ന മൂവ്മെൻറ്റ്സ്. പിന്നെ ഓപ്ഷനിൽ ഏതാണ്? കാർഡിനൽ മൂവ്മെൻറ്റ്സ് ആണ്. കാർഡിനൽ പോയിൻറ്റ്സ് ഒക്കെ അറിയുന്നവർക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഗേസ് ഡയറക്ഷനൊക്കെ വെച്ച് നമുക്ക് പറയാം. ഓപ്ഷൻ ബി കാർഡിനൽ മൂവ്മെൻറ്റ്സ് ആണ് ആൻസറിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ചേഞ്ചസ് ഒക്കർ ഇൻ ദീസ് സ്ട്രക്ചേഴ്സ് ഡ്യൂറിങ് അക്കോമഡേഷൻ എക്സെപ്റ്റ് ഇൻ. ഓപ്ഷൻസ്: എ മീഡിയൽ റെക്ടസ് മസിൽ, ബി ഐറിസ്, സി ക്രിസ്റ്റലൈൻ ലെൻസ്, ഡി കോർണിയ. ഇതിൻ്റെ ആൻസർ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡൗട്ടും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു, അക്കോമഡേഷൻ ടൈമിൽ കോർണിയൽ കർവേച്ചറിന് ഉണ്ടാവുന്ന ചേഞ്ച് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആൻസർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നുള്ള തന്നെയായിരുന്നു ആൻസർ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മയുള്ളവർക്കാണെങ്കിൽ ഇത് ഓപ്ഷൻ ഡി കോർണിയ പെട്ടെന്ന് ആൻസർ ചെയ്യാം. പിന്നെ ഇതിൽ ചിലപ്പോൾ ഐറിസ് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവാം, മീഡിയൽ റെക്ടസ് മസിലും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം ചിലർക്ക്. അതിൽ ഐറിസിൻ്റെയൊക്കെ ചേഞ്ചസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മീഡിയൽ റെക്ടസ് മസിൽ എങ്ങനെയാണ് അതിൽ വരുന്നത്? അതായത് മീഡിയൽ റെക്ടസ് മസിൽ എന്ന് പറയുന്നത് അഡക്ഷനാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അക്കോമഡേഷൻ്റെ സമയത്ത് കണ്ണ് കുറച്ച് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആക്ഷനും അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ബൈനോക്കുലാർ വിഷൻ ഈസ്. ഓപ്ഷൻസ്: എ സിംഗിൾ വിഷൻ, ബി സ്റ്റീരിയോപ്സിസ്, സി എൻലാർജ്മെൻറ്റ് ഓഫ് ഫീൽഡ് ഓഫ് വിഷൻ, ഡി കോമ്പൻസേഷൻ ഫോർ ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് അതർ ഡിഫറൻസസ്. ഇതിൻ്റെ ആൻസർ സിംഗിൾ വിഷൻ ആണോ സ്റ്റീരിയോപ്സിസ് ആണോ എന്ന് പലർക്കും ഡൗട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ സിംഗിൾ വിഷൻ തന്നെ വരാനാണ് ചാൻസ്. സ്റ്റീരിയോപ്സിസ് എന്ന് പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള ബൈനോക്കുലാർ വിഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ അത് മോണോക്കുലാർ വിഷനെ കമ്പയർ ചെയ്ത് പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും സ്റ്റീരിയോപ്സിസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കയറി വരുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു രീതിക്കല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ബൈനോക്കുലാർ വിഷൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് സിംഗിൾ വിഷൻ തന്നെയാണ് ആൻസറായിട്ട് എനിക്ക് തോന്നിയത്, കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. കാരണം നമുക്ക് ബൈനോക്കുലാർ സിംഗിൾ വിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കണ്ണും കൂടെ കാണുന്ന ഇമേജൊക്കെ എന്തായി പോകും? ഒന്നുകിൽ ഓവർലാപ്പായിട്ട് പോവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡബിളായിട്ട് കാണാം. അപ്പോൾ എന്നാൽ സ്റ്റീരിയോപ്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഡെപ്ത് പെർസെപ്ഷനാണ്. സോ നമുക്ക് സ്റ്റീരിയോപ്സിസിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, അതായത് നമുക്ക് ഏറ്റവും വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് സിംഗിൾ വിഷൻ തന്നെയാണ്. PSCയുടെ ആൻസർ കീ ഓപ്ഷൻ എ സിംഗിൾ വിഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡ്രഗ് ഈസ് യൂസ്ഡ് ടോപ്പിക്കലി ഐ ഓയിൻമെൻറ്റ് ഇൻ ഹെർപ്പസ് സിംപ്ലെക്സ് ടൈപ്പ് 1 കെരാറ്റൈറ്റിസ്. ഓപ്ഷൻസ്: എ ഓസൽറ്റാമിവിർ, ബി അമാൻറ്റാഡിൻ, സി വാലസിക്ലോവിർ, ഡി അസൈക്ലോവിർ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഫാർമക്കിൻ്റെ ഭാഗത്ത് നമ്മൾ സ്പെഷ്യലി അസൈക്ലോവിറിനെ കുറിച്ചൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഹെർപ്പസ് സിംപ്ലെക്സ് കെരാറ്റൈറ്റിസിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഐ ഡ്രോപ്സ് ആണ് അസൈക്ലോവിർ. കഴിഞ്ഞ DME ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു അസൈക്ലോവിർ ആൻസറായിട്ട് വരുന്നത്. അതായത് നമ്മൾ CMV റെറ്റിനൈറ്റിസിനെ യൂസ് ചെയ്യാത്ത ഐ ഡ്രോപ്സ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഓപ്ഷനിലും അസൈക്ലോവിർ ആയിരുന്നു ആൻസർ വന്നിരുന്നത്. ആ ടൈമിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അത് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ് എമംഗ് ദ ഫോളോവിങ് പ്രൊഡ്യൂസസ് റിട്രോബൾബാർ ന്യൂറൈറ്റിസ്. ഓപ്ഷൻസ്: എ സ്ട്രെപ്റ്റോമൈസിൻ, ബി എദാംപ്യൂട്ടോൾ, സി റിഫാംബിസിൻ, ഡി മോക്സിഫ്ലോക്സാസിൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഈ പറഞ്ഞ ഓപ്ഷൻസിൽ എദാംപ്യൂട്ടോളും റിഫാംബിസിനും ആണ് ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ്സ് ആയിട്ട് വരുന്നത്. അതിൽ തന്നെ റിട്രോബൾബാർ ന്യൂറൈറ്റിസ് കോസ് ചെയ്യുന്നത് എദാംപ്യൂട്ടോളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മെയിനായിട്ട് ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ്സിൽ വരുന്നവയാണ് റിഫാംബിസിൻ, ഐസോനിയാസിഡ്, പൈറാസനമൈഡ്, അതുപോലെ എദാംപ്യൂട്ടോളൊക്കെ. ഇതിൽ എദാംപ്യൂട്ടോളാണ് റിട്രോബൾബാർ ന്യൂറൈറ്റിസ് എന്ത് ചെയ്യുന്നത്? കോസ് ചെയ്യുന്നത്. അതും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബീറ്റ ബ്ലോക്കർ നോട്ട് യൂസ്ഡ് ടോപ്പിക്കലി ഫോർ ഗ്ലോക്കോമ. ഓപ്ഷൻസ്: എ ബീറ്റാക്സോലോൾ, ബി കാർട്ടിയോലോൾ, സി സെലിപ്രൊലോൾ, ഡി ലീവോബിനലോൾ. ഈ ക്വസ്റ്റ്യനും കുറച്ച് ടഫായിട്ട് തോന്നി.
ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സെലിപ്രൊലോൾ ആണ്. ബാക്കിയെല്ലാം നമ്മൾ ടോപ്പിക്കലി യൂസ് ചെയ്യുന്ന ബീറ്റാ ബ്ലോക്കേഴ്സ് ആണ്. നെക്സ്റ്റ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് വിച്ച് ഈസ് നോട്ട് യൂഷ്വലി ഗിവൻ ആസ് ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ. ഓപ്ഷൻസ് എ പ്രെഡ്നിസോലോൺ, ബി ട്രൈ അമിസിനലോൺ, സി ഡെക്സാമെഥസോൺ, ഡി ഫ്ലൂസിനലോൺ അസെറ്റനോയിഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്രെഡ്നിസോലോൺ ആണ്. ബാക്കിയെല്ലാം ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുക്കുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. ഇതൊക്കെ അത്രയും ഡീപ്പായിട്ട് നോക്കിയവർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോവിങ് നോട്ട് യൂസ്ഡ് ടോപ്പിക്കലി ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലോക്കോമ. ഓപ്ഷൻസ് എ ഡോർസോളമൈഡ്, ബി ബ്രിൻസോളമൈഡ്, സി നാദാസുഡിൽ, ഡി അസറ്റസോളമൈഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അസറ്റസോളമൈഡ് ആണ്. ബാക്കിയെല്ലാം ഗ്ലോക്കോമയുടെ കേസിൽ ടോപ്പിക്കലി യൂസ് ചെയ്യുന്ന ഐ ഡ്രോപ്സ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്രൂപ്പ് ഓഫ് ഒക്കുലാർ ഹൈപ്പോടെൻസീവ് ഡ്രഗ്സ് ഡസ് നോട്ട് റെഡ്യൂസ് അക്വസ് സെക്രിയേഷൻ. ഓപ്ഷൻസ് എ ബീറ്റാ ബ്ലോക്കേഴ്സ്, ബി ഡിപ്പിവെഫ്രിൻ, സി ബ്രിമോണിഡിൻ, ഡി പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഇതിൻ്റെ ആൻസർ ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഗ്ലോക്കോമ ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോഴൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. IOP മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അക്വസ് ഔട്ട്ഫ്ലോ ഫെസിലിറ്റി ഇൻക്രീസ് ചെയ്യണം, അതല്ലെങ്കിൽ അക്വസ് സെക്രിയേഷൻ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ 2 കാറ്റഗറിയിൽ വരുന്ന ട്രബിക്കുലർ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന, അതുപോലെ അക്വസ് ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, അതുപോലെ അക്വസ് സെക്രിയേഷനെ തന്നെ റെഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അക്വസ് പ്രൊഡക്ഷൻ, സെക്രിയേഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്പിവെഫ്രിൻ ഈസ് എ ഓപ്ഷൻസ് എ പ്രോഡ്രഗ് ഓഫ് അഡ്രിനാലിൻ, ബി ബീറ്റാ ബ്ലോക്കർ, സി ഓസ്മോട്ടിക് ഏജൻറ്റ്, ഡി ആൽഫ ബ്ലോക്കർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ പ്രോഡ്രഗ് ഓഫ് അഡ്രിനാലിൻ ആണ്. അഡ്രിനാലിൻ തന്നെയാണ് നമ്മൾ എപ്പിനെഫ്രിൻ എന്നും പറയുന്നത്. ഇവിടെ പ്രോഡ്രഗ് ഓഫ് എപ്പിനെഫ്രിൻ എന്നും പറയാം, അല്ലെങ്കിൽ പ്രോഡ്രഗ് ഓഫ് അഡ്രിനാലിൻ എന്നും പറയാം ഡിപ്പിവെഫ്രിനെ. ഈ പ്രോഡ്രഗ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മളൊരു മെഡിസിൻ്റെ ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ഫാർമക്കോളജിക്കലി ആ ഒരു മെഡിസിൻ ഇനാക്റ്റീവ് ആയിരിക്കും. പക്ഷേ നമ്മളത് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താവും? മെറ്റബോളൈസ് ചെയ്ത് അതിൻ്റെ ആക്റ്റീവ് ഫോമിലേക്ക് മാറും. അപ്പോൾ ഇത്തരത്തിൽ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ്റെ ഒരു പ്രോഡ്രഗ് ഫോമാണ് ഡിപ്പിവെഫ്രിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് നോട്ട് യൂസ്ഫുൾ ഇൻ ഗ്ലോക്കോമ ഈസ്. ഓപ്ഷൻസ് എ ഡിപ്പിവെഫ്രിൻ, ബി ബ്രിൻസോളമൈഡ്, സി എക്കോതയോഫേറ്റ്, ഡി അട്രോപ്പിൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി അട്രോപ്പിൻ ആണ്. ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ടോപ്പിക്കൽ ബീറ്റാ ബ്ലോക്കർ ഓവർ മയോട്ടിക്സ് ഇൻ ഗ്ലോക്കോമ. ഓപ്ഷൻസ് എ നോ ചേഞ്ച് ഇൻ പ്യൂപ്പിൾ സൈസ്, ബി ഡിമിനിഷൻ ഓഫ് വിഷൻ ഇൻ ഡിം ലൈറ്റ്, സി നോ ഫ്ലക്ച്വേഷൻ IOP, ഡി നോ ഇൻഡ്യൂസ്ഡ് മയോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഡിമിനിഷൻ ഓഫ് വിഷൻ ഇൻ ഡിം ലൈറ്റ്. മയോട്ടിക്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിം ലൈറ്റിൽ ഡിമിനിഷൻ ഓഫ് വിഷൻ ഉണ്ടാവുന്നുണ്ട്. കാരണം മയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി പ്യൂപ്പിൾ സൈസ് കുറഞ്ഞ് കൺസ്ട്രക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ മയോട്ടിക്സിന് പകരം നമ്മൾ ബീറ്റാ ബ്ലോക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡിമിനിഷൻ ഓഫ് വിഷൻ ഡിം ലൈറ്റ് സംഭവിക്കുന്നില്ല. ബാക്കി പ്യൂപ്പിൾ സൈസിൽ നോ ചേഞ്ച്, നോ ഫ്ലക്ച്വേഷൻ IOP, നോ ഇൻഡ്യൂസ്ഡ് മയോപ്പി, ഇതെല്ലാം കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീസ്റ്റ് സൈക്ലോപ്ലീജിക് മിഡ്രിയാറ്റിക് എമംഗ് ദ ഫോളോവിങ് ഈസ്. ഓപ്ഷൻസ് എ അട്രോപ്പിൻ, ബി ഹോമട്രോപ്പിൻ, സി ട്രോപ്പിക്കമൈഡ്, ഡി ഫിനിലെഫ്രൈൻ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൻ്റെ ആൻസർ കീ കൊടുത്തിരിക്കുന്നത് ഫിനിലെഫ്രൈൻ ആണ്. പക്ഷേ ഫിനിലെഫ്രൈൻ എന്തല്ല, ഒരു സൈക്ലോപ്ലീജിക്കേ അല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് പലർക്കും ഡൗട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ സൈക്ലോപ്ലീജിക് ആയിട്ടുള്ളതിൽ ലീസ്റ്റ് ചെയ്താന്നുള്ളതാണ് പലരും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രോപ്പിക്കമൈഡ് ആണ്. നമ്മളിപ്പോൾ പുതിയ എഡിഷൻസിലേക്ക് ട്രോപ്പിക്കമൈഡിന് ടോണസ് അലോവൻസ് ആയിട്ട് 0.5 ഡയോപ്റ്ററൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലീസ്റ്റ് സൈക്ലോപ്ലീജിക് ആയിട്ട് ഇപ്പോൾ പറയുന്നത് ട്രോപ്പിക്കമൈഡിനെ ആണ്. പക്ഷേ ഒട്ടും സൈക്ലോപ്ലീജിക് ആക്ഷൻസ് ഇല്ലാത്ത മിഡ്രിയാറ്റിക് എന്നുള്ള രൂപത്തിൽ നമുക്ക് ഫിനിലെഫ്രൈനെയും കൺസിഡർ ചെയ്യാം. അപ്പോൾ 2 രീതിയിൽ ഇത് ചിന്തിക്കാം. അപ്പോൾ 2 രീതിയിൽ ആൻസർ വരാനും സാധ്യതയുണ്ട്. മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും PSCയുടെ ആൻസർക്ക് ഓപ്ഷൻ ഡി ഫിനിലെഫ്രൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് ലെറ്റർ ഇൻ സ്നെല്ലൻസ് ചാർട്ട് സബ്റ്റൻസ് ആൻ ആംഗിൾ ഓഫ് ഹൗ മെനി മിനിറ്റ്സ് അറ്റ് നോഡൽ പോയിന്റ് ഓഫ് ഐ. ഓപ്ഷൻസ് എ 1, ബി 3, സി 5, ഡി 10. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 5 ആണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റീസൺ ഫോർ
testing visual acuity from 6 meters is? Options A. For convenience of person who is testing vision. B. At this distance, the rays of light will have very little divergence that it may be taken as parallel. C. It is the usual length of the room used for testing vision. D. It is easy to detect all types of refractive error at this distance. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അറ്റ് ദിസ് ഡിസ്റ്റൻസ് the rays of light will have very little divergence that it may be taken as parallel. Next question. Which of the following test is preferred to determine visual acuity in preschool children? Options A. Bock-Candy B test. B. Double Maddox road test. C. Titmus fly test. D. Arden grating test. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ Bock-Candy B ടെസ്റ്റ് ആണ്. ഡബിൾ മെഡോക്സ് റൂഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സൈക്ലോട്രോപ്പിയാസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ടിറ്റ്മസ് ഫ്ലൈ ടെസ്റ്റ് എന്താണ്? സ്റ്റീരിയോപ്സിസിൻ്റെ ടെസ്റ്റാണ്. ആർഡൻ ഗ്രേറ്റിംഗ് എന്താണ്? കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ടെസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് നിയർ വിഷൻ ടെസ്റ്റിംഗ് ആർ കറക്റ്റ് എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ. നിയർ വിഷൻ ചാർട്ട് ഈസ് കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 to 35 centimeter. ടെസ്റ്റഡ് ഇൻ എ റൂം വിത്ത് ഡിം ലൈറ്റ്. C. Each eye should be tested separately. D. Jager's chart is used to test near vision. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിലാർക്കും സംശയമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ഓപ്ഷൻ ബി ടെസ്റ്റഡ് ഇൻ റൂം വിത്ത് ഡിം ലൈറ്റ് എന്നുള്ളത് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഷ്ഹാരസ് കളർ വിഷൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് വിച്ച് ടൈപ്പ് ഓഫ് കളർ ബ്ലൈൻഡ്നെസ്? ഓപ്ഷൻസ് എ. റെഡ് ഗ്രീൻ color blindness. B. blue yellow color blindness. C. both A and B. D. none of the above. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ആണ്. നമ്മൾ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇഷ്ഹാര ടെസ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെംപ്ലിംഗ് ഇ ചാർട്ട് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് വിഷ്വൽ അക്യൂട്ടി ഈസ് പ്രിഫേർഡ് ഫോർ. ഓപ്ഷൻസ് എ. ഇല്ലിറ്ററേറ്റ് പേഷ്യൻസ്. ബി. പ്രീ സ്കൂൾ ചിൽഡ്രൻ. സി. ബോത്ത് എ ആൻഡ് ബി. ഡി. നൺ ഓഫ് ദ അബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ചിലർ ഓപ്ഷൻ എ മാത്രം ആൻസർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇല്ലിറ്ററേറ്റിന് മാത്രമല്ല നമ്മൾ പ്രീ സ്കൂൾ ചിൽഡ്രനും നമുക്ക് ഈ ചാർട്ട് എന്ത് ചെയ്യാം? ഡയറക്ഷൻസ് വെച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് റെറ്റിനോസ്കോപ്പി അറ്റ് 1 meter ഇഫ് ദർ ഈസ് നോ മൂവ്മെൻറ്റ് ഓഫ് റെഡ് റിഫ്ലക്സ് വിത്തൗട്ട് എനി ലെൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻ്റ് ഈസ്. ഓപ്ഷൻസ് എ. എമെട്രോപ്പിയ. B. myopia of 1 diopter. C. hypermetropia of 1 diopter. D. none of the above. ഇതിൻ്റെ ആൻസർ എന്താണ്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ കണ്ടീഷൻ എന്താണ്? നോ മൂവ്മെൻറ്റ് ഓഫ് റെഡ് റിഫ്ലക്സ് ആണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്താ നോക്കേണ്ടത്? വർക്ക് ഡിസ്റ്റൻസ് എത്രയാണ് നോക്കുക. 1 meter ഇരുന്നിട്ടാണ് പെർഫോം ചെയ്യുന്നത് റെറ്റിനോസ്കോപ്പി. ആൻഡ് പിന്നെ എന്താ നോക്കേണ്ടത്? ഇവിടെ വല്ല സൈക്ലോപ്ലേജിക്സും യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. പക്ഷേ ഇവിടെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളുടെ നോ മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് വർക്കിംഗ് ഡിസ്റ്റൻസിനുള്ള കറക്ഷൻ മാത്രമേ മൈനസ് ആയിട്ട് വരൂ. അപ്പോൾ ഇവിടെ എന്താ വരിക? നെറ്റ് പവർ എന്ന് പറയുന്നത് നോ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ 0 - 1 വരും. അപ്പോൾ എന്താണ്? -1 വരും. -1 എന്ന് വെച്ചാൽ എന്താ? മയോപ്പിയ ആണ്. മയോപ്പിയ ഓഫ് 1 diopter ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു സൈക്ലോപ്ലേജിക്സ് ആയിട്ടുള്ള അട്രോപ്പിൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? ഈ 1 diopterൻ്റെ കൂടെ തന്നെ അട്രോപ്പിൻ്റെ ആ ഒരു -1 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ടോണസ് അലോവൻസ് ആയിട്ടുള്ള -1 കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് നെറ്റ് പവർ എത്ര കിട്ടും? -2 diopter മയോപ്പിയ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് റെറ്റിനോസ്കോപ്പി? ഓപ്ഷൻസ് എ. wet retinoscopy is the retinoscopy done with the use of cycloplegics. B. atropine is preferred for children less than 5 years. C. in static retinoscopy, patient fixates on an object at a close distance from both the eyes. D. retinoscopy is also known as chiascopy. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ സൈക്ലോപ്ലേജിക്സ് യൂസ് ചെയ്യുന്നതിനെ തന്നെയാണ് വെറ്റ് റെറ്റിനോസ്കോപ്പി എന്ന് പറയുക. നോൺ സൈക്ലോപ്ലേജിക് ആണെങ്കിലോ നമ്മളതിന് ഡ്രൈ റെറ്റിനോസ്കോപ്പി എന്നാണ് പറയുക. പിന്നെ അട്രോപ്പിൻ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി 5 yearsന് താഴെയുള്ള കുട്ടികളിലാണ്. പിന്നെ എന്താണ്? റെറ്റിനോസ്കോപ്പി എന്ന് പറയുന്നത് സ്കയാസ്കോപ്പി എന്നും പറയുന്നുണ്ട്. ഇനി സ്റ്റാറ്റിക് റെറ്റിനോസ്കോപ്പിയിൽ എന്താ? നമ്മൾ ഡിസ്റ്റൻസ് ടാർഗറ്റ് കൊടുക്കുന്നത് 6 meter ഡിസ്റ്റൻസിലാണ്. ക്ലോസ് ഡിസ്റ്റൻസിലല്ല ടാർഗറ്റ് കൊടുക്കുന്നത്. അങ്ങനെ നിയർ ആയിട്ടുള്ള ടാർഗറ്റ് കൊടുക്കുന്നത് ഏതിലാണ്? ഡൈനാമിക് റെറ്റിനോസ്കോപ്പിയിലാണ്. ഡൈനാമിക് റെറ്റിനോസ്കോപ്പിയിൽ നമ്മൾ അക്കോമഡേഷനും യൂസ് ചെയ്യുന്നുണ്ട് നിയർ ടാർഗറ്റ് വരുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് റെറ്റിനോസ്കോപ്പി suppose one meridian is neutralized by
+4 diopter and meridian at right angles with +5 diopter at a working distance of 2/3 meter, then patient's refractive error would be. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. അത് വേറൊരു മോഡലിൽ ചോദിച്ചിട്ടുണ്ടെന്നുള്ളൂ. അതായത് ഒരു ആക്സിസിൽ +4ഉം ഒരു മെറിഡിയനിൽ +5ഉം ആണ്. നമ്മളിത് ഗ്രോസ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് ആയിട്ടുള്ള വാല്യൂ കാണണം. അതിന് വർക്കിംഗ് ഡിസ്റ്റൻസ് കറക്ഷനും അതുപോലെ സൈക്ലോബേജിക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോണസ് അലോവൻസും കുറക്കണം. പക്ഷേ അവിടെ ടോണസ് അലോവൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ വർക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം കുറച്ചാൽ മതി. അപ്പോൾ എന്താകും? +4ന്ന് ഇവിടെ വർക്കിംഗ് ഡിസ്റ്റൻസ് കറക്ഷൻ എത്ര വരിക? 2/3 മീറ്റർ ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. റെസിപ്രോക്കൽ എടുത്താൽ 3/2 1.5 ഡയോപ്റ്റർ നമ്മൾ കുറക്കണം. അപ്പോൾ ഓരോ ആക്സിസിൽ നിന്നും അത് കുറച്ചാൽ ഒരു ആക്സിസിൽ +2.5ഉം ഓപ്പോസിറ്റ് ആക്സിസിൽ +3.5ഉം വരും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വരിക? നമുക്ക് കോമൺ ആയിട്ട് 2.5 ഡയോപ്റ്റർ രണ്ട് സ്ഥലത്തും സ്ഫിയർ ആക്കി എടുക്കാം. പിന്നെ എക്സ്ട്രാ ഉള്ളത് +1 ഡയോപ്റ്റർ സിലിണ്ടറാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ റെറ്റിനോസ്കോപ്പി പ്രാക്ടിക്കലായിട്ട് എന്താണോ ചെയ്യുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ഓഫ് സൈക്ലോപ്ലീജിക് റിഫ്രാക്ഷൻ ആർ all except. Options: A. Accommodation is paralyzed. B. Pupil is dilated. C. Macular refraction is obtained. D. More amount of aberration through peripheral part of refractive media occurs. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം എന്താണ്? അഡ്വാൻറ്റേജസ് ആണ്. അതായത് അക്കോമഡേഷൻ പാരലൈസ് ചെയ്യും, പ്യൂപ്പിൾ ഡയലേറ്റഡ് ആവും, മാക്കുലർ റിഫ്രാക്ഷൻ ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. കണ്ണ് ഡയലേറ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ പെരിഫറൽ പാർട്ടിലൂടെ എന്തുണ്ടാവും? അബറേഷനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ അതെന്തല്ല, ഒരു അഡ്വാൻറ്റേജ് അല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ്, പ്രീ റിക്വസൈറ്റ് ഫോർ റെറ്റിനോസ്കോപ്പി ആർ ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ. ട്രയൽ സെറ്റ്, ബി. ഡാർക്ക് റൂം, സി. ഡിസ്റ്റൻസ് വിഷൻ ചാർട്ട്, ഡി. ഓഫ്താൽമോസ്കോപ്പ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓഫ്താൽമോസ്കോപ്പ് ആണ്. അത് മാത്രമേ നമുക്ക് റെറ്റിനോസ്കോപ്പിക്ക് ഒരു പ്രിറിക്വസൈറ്റ് ആയിട്ട് ഇല്ലാത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? റെറ്റിനോസ്കോപ്പിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡുഓക്രോം ടെസ്റ്റ് വിച്ച് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ക്രോമാറ്റിക് അബറേഷൻ ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻസ്: എ. റിഫൈൻഡ് സിലിണ്ടറിക്കൽ ആക്സിസ്, ബി. റിഫൈൻഡ് സിലിണ്ടറിക്കൽ പവർ, സി. റിഫൈൻഡ് സ്ഫിയർ, ഡി. റിഫൈൻഡ് സ്ഫിയർ ആൻഡ് സിലിണ്ടർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി റിഫൈൻ സ്ഫിയർ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡുഓക്രോം ടെസ്റ്റ് എന്ന് പറയുന്നത് ക്രോമാറ്റിക് അബറേഷൻ ആണ് പ്രിൻസിപ്പൾ. അതുപോലെ സ്ഫിയറിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ഇൻ മയോപ്പിയ ദ പാരലൽ റേസ് ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി വിത്ത് അക്കോമഡേഷൻ അറ്റ് റെസ്റ്റ് ആർ ഫോക്കസ്ഡ്. ഓപ്ഷൻസ്: എ. ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന, ബി. ബിഹൈൻഡ് ദ റെറ്റിന, സി. ഓൺ ദ റെറ്റിന, ഡി. ഓൺ ദ റെറ്റിന ആൻഡ് ബിഹൈൻഡ് ദ റെറ്റിന. ഇതിൻ്റെ ആൻസർ എന്താണ്? ആ ഡെഫിനിഷൻ അങ്ങ് നേരെ ചോദിച്ചിരിക്കുകയാണ്. ഓപ്ഷൻ എ ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയാണ് ആൻസർ. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കറക്റ്റിംഗ് അഫാക്കിയ യൂസിങ് സ്പെക്ടക്കിൾസ് ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ. ഇമേജ് മാഗ്നിഫിക്കേഷൻ, ബി. റോവിംഗ് റിസ്ക് ഓട്ടോമ, സി. പിൻകുഷൻ എഫക്റ്റ്, ഡി. ബാരൽ ഡിസ്റ്റോർഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ബാരൽ ഡിസ്റ്റോർഷൻ ആണ്. ബാക്കിയെല്ലാം എന്താണ്? അഫാക്കിക് ഗ്ലാസസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ്. ബാരൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് അനൈസോകോണിക് കണ്ടീഷൻസിലൊക്കെ ഹൈ മൈനസ് പവറിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെൻസ് യൂസ് ചെയ്യുമ്പോൾ, ഹൈ മൈനസ് ഗ്ലാസസ് യൂസ് ചെയ്യുമ്പോൾ അതിൽ കാണുന്ന ഡിസ്റ്റോർഷനാണ് ബാരൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഇൻ ദ ഐ ഡ്യൂറിങ് അക്കോമഡേഷൻ. ഓപ്ഷൻസ്: എ. കർവേച്ചർ ഓഫ് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ലെൻസ് ചേഞ്ചസ്, ബി. ആൻറ്റീരിയർ പോൾ ഓഫ് ലെൻസ് മൂവ്സ് ബാക്ക്വേർഡ്, സി. ആക്സിൽ തിക്നെസ് ഓഫ് ലെൻസ് ഡിക്രീസസ്, ഡി. റിലാക്സേഷൻ ഓഫ് ലെൻസ് ജൊന്യൂൾസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതും കുറച്ച് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ കൺഫ്യൂഷനുള്ള കാരണം ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പറയാം. ഓപ്ഷൻ ബി എന്താണ്? ആൻറ്റീരിയർ പോൾ ഓഫ് ലെൻസ് മൂവ്സ് ബാക്ക്വേർഡ്. ആൻറ്റീരിയർ പോൾ ഓഫ് ലെൻസ് ബാക്ക്വേർഡിലേക്കാണോ അക്കോമഡേഷൻ സമയത്ത് മൂവ് ചെയ്യുന്നത്? അല്ല, ഫോർവേഡിലേക്കാണ്. ആൻഡ് നെക്സ്റ്റ്, ആക്സിൽ തിക്നെസ് ഓഫ് ലെൻസ് ഡിക്രീസസ്. അതും എന്താണ്? തെറ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആക്സിൽ തിക്നെസ് എന്ന് പറയുന്ന ലെൻസിനെ ഇൻക്രീസ് ചെയ്യുക അക്കോമഡേഷൻ്റെ സമയത്ത്. ആൻഡ് റിലാക്സേഷൻ ഓഫ് ലെൻസ് ജൊന്യൂൾസ്, അതെന്താണ്? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ അക്കോമഡേഷൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഇനി ഓപ്ഷൻ എയിലേക്ക് വന്നാൽ എന്താണ് ഇവിടെ പറയുന്നത്? കർവേച്ചർ ഓഫ് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ലെൻസ് ചേഞ്ചസ് എന്നാണ്. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റീരിയർ സർഫസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് എന്നാണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ PSC റോങ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ കൊടുത്തത്. ഇത് കൺഫ്യൂഷൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ DME എക്സാമിന് നേരെ ഓപ്പോസിറ്റാണ് കൊടുത്തത്. അതായത്
ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. നമ്മളെ അക്കോമഡേഷൻ്റെ സമയത്ത് നമ്മളെ ലെൻസിൻ്റെ സർഫസിന് ഉണ്ടാകുന്ന ചേഞ്ചസുകളിൽ അവിടെ ആൻറ്റീരിയർ സർഫസിനും അതുപോലെ പോസ്റ്റീരിയർ സർഫസിനും ബോത്ത് സർഫസിന് ചേഞ്ചസ് ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് ആൻസർ കൊടുത്തത്. അപ്പോൾ അങ്ങനെ അത് പഠിച്ചിട്ടുള്ളവർക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും സ്റ്റേറ്റ്മെൻറ്റ് എ കണ്ടപ്പോൾ. സോ അങ്ങനെ കുറച്ച് പേരെങ്കിലും ഓപ്ഷനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് പി എസ് സി എപ്പോഴും കുറച്ച് കൺഫ്യൂഷനായിട്ടേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റും വായിച്ച് നോക്കിയിട്ട് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണം തിരഞ്ഞെടുക്കാൻ. ഈ പോസ്റ്റീരിയർ സർഫസിൻ്റെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഡൗട്ടായിട്ട് നിൽക്കുന്ന കാര്യമാണ്. കാരണം അത് ഓൾമോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് എന്നാണ് ടെക്സ്റ്റിൽ തന്നെ പറയുന്നത്. അപ്പോൾ ചെറിയ ചേഞ്ച് ചിലപ്പോൾ ഉണ്ടാവാം, ചെറുതായിട്ട് ഉണ്ടാവാം, പക്ഷേ അത് ആൻറ്റീരിയർ സർഫസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. സോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ വായിച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ ഡി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വന്നിട്ടില്ല. ലെൻസൊന്യൂൾസിന് എപ്പോഴും അക്കോമഡേഷൻ്റെ സമയത്ത് റിലാക്സേഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ എയും കാണുമ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ നിയർ പോയിന്റ് ഓഫ് അക്കോമഡേഷൻ? ഓപ്ഷൻസ് എ കെരാറ്റോമീറ്റർ, ബി RAF റൂൾ, സി ഗോണിയോസ്കോപ്പ്, ഡി ഓഫ്താൽമോസ്കോപ്പ്. ഇതിൻ്റെ ആൻസർ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി RAF റൂൾ ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോവിങ് അബൌട്ട് presbyopia ഈസ് കറക്റ്റ്? ഓപ്ഷൻസ് എ presbyopia ഈസ് എ റിഫ്രാക്റ്റീവ് എറർ അഫക്റ്റിംഗ് ഓൾഡർ ഇൻഡിവിജ്വൽസ്, ബി presbyopia ഈസ് കറക്റ്റഡ് ബൈ കോൺകേവ് ലെൻസ്, സി in presbyopia there is a decrease in accommodative power of crystalline lens, D in presbyopia the intraocular pressure increases. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? presbyopia ഈസ് എ റിഫ്രാക്റ്റീവ് എറർ അഫക്റ്റിംഗ് ഓൾഡർ ഇൻഡിവിജ്വൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? presbyopia എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, അതൊരു റിഫ്രാക്റ്റീവ് എറർ അല്ല, അതൊരു ഫിസിയോളജിക്കൽ എറർ ആണ്. 40 ഇയേഴ്സ് കഴിയുമ്പോൾ അക്കോമഡേഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫിസിയോളജിക്കൽ എററാണ് presbyopia എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? presbyopia ഈസ് കറക്റ്റഡ് ബൈ കോൺകേവ് ലെൻസ്. അതും ഇൻകറക്റ്റ് അല്ലേ? കോൺകേവ് ലെൻസ് ആണോ യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് ലെൻസ് അല്ലേ യൂസ് ചെയ്യുന്നത്? ആൻഡ് സി എന്താണ്? ഇൻ presbyopia ദർ ഈസ് എ ഡിക്രീസ് ഇൻ അക്കോമഡേറ്റീവ് പവർ ഓഫ് ക്രിസ്റ്റലൈൻ ലെൻസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? presbyopiaയിൽ അക്കോമഡേറ്റീവ് പവർ ഓഫ് ക്രിസ്റ്റലൈൻ ലെൻസ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി എന്താണ്? ഇൻ presbyopia ദ ഇൻട്രാക്കുലർ പ്രഷർ ഇൻക്രീസസ് എന്ന് പറയുന്നുണ്ട്. presbyopiaയും ഇൻട്രാക്കുലർ പ്രഷറും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കണക്ഷൻസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റിഗാർഡ് ടു കോണ്ടാക്ട് ലെൻസ് വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ഫാൾസ്? ഓപ്ഷൻസ് എ ബേസ് കർവ് ഈസ് ദി സെൻട്രൽ ആൻറ്റീരിയർ കർവ്, ബി keratometry ഈസ് പെർഫോംഡ് ടു ചൂസ് ദ ബേസ് കർവ് റേഡിയസ്, സി ബ്ലിങ്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് tear film evaluation should be done before contact lens usage, D piggyback contact lens uses 2 lenses, a soft contact lens and rigid gas permeable contact lens. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ഇതിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കോണ്ടാക്ട് ലെൻസിൻ്റെ ബേസ് കർവ് എന്ന് പറയുന്നത് ദി കർവേച്ചർ ഓഫ് ദി ബാക്ക് സർഫസ് ഓഫ് ദ ലെൻസ് ആണ്, ആൻറ്റീരിയർ അല്ല, പോസ്റ്റീരിയർ സർഫസിൻ്റെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോവിങ് ഈസ് ട്രൂ അബൌട്ട് ജാക്സൺസ് ക്രോസ് സിലിണ്ടർ. ഓപ്ഷൻസ്, it is a combination of a sphere and cylinder, B it is used to check axis of cylinder before power, C it is given as a treatment of astigmatism, D it is used only in case of hypermetropic astigmatism. ഇതും പലർക്കും കൺഫ്യൂഷൻ ആയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യനിൽ ഒന്നിലധികം ഓപ്ഷൻസ് ആൻസർ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് തോന്നുന്നത് നമ്മൾ ചൂസ് ചെയ്യണം എന്ന്. ഇവിടെ എന്താ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? അത് നമുക്ക് ശരിയായിട്ട് തോന്നും. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ സ്ഫിയർ ആൻഡ് സിലിണ്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ജാക്സൺസ് ക്രോസ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 2 സിലിണ്ടേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. അതല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് പറയേണ്ടത്? ഒരു സിലിണ്ടറിൻ്റെയും അതിൻ്റെ ഹാഫ് സ്ട്രെങ്ത് ഉള്ള സ്ഫിയറിൻ്റെയും കോമ്പിനേഷനാണ്. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് ഒരു സ്ഫിയറിൻ്റെയും സിലിണ്ടറിൻ്റെയും കോമ്പിനേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അതിനേക്കാൾ കറക്റ്റായിട്ടുള്ള ഒരു ഡൗട്ടും ഇല്ലാത്ത ഓപ്ഷൻ വേറെ ഉണ്ട്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ആക്സിസ് ഓഫ് സിലിണ്ടർ ബിഫോർ പവർ. ഇതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എ ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ ബി അങ്ങ് ചൂസ് ചെയ്യണം. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് PSC കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ഫോൾസ് റിഗാർഡിംഗ് keratometry? ഓപ്ഷൻസ്, keratometry ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ആൻറ്റീരിയർ സർഫസ് ഓഫ് കോർണിയ ആക്ട് ആസ് എ കോൺവെക്സ് മിറർ, B Bausch and Lomb keratometry is also known as one position keratometer as the power of cornea is measured in 2 meridia, C Javel-Schwartz keratometry is based on the principle of constant object size and variable image size,
D. Keratometry measures the curvature of anterior surface of cornea in the central 3 mm. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ റോങ് ആയിട്ടുള്ളത്. കോൺസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് സൈസ് ആൻഡ് വേരിയബിൾ ഇമാജ് സൈസ്. ഇത് ഏത് കെരാറ്റോമീറ്ററിൻ്റെ പ്രിൻസിപ്പിളാണ്? ബോഷ് ആൻഡ് ലോംബിൻ്റെ ആണ്. ജാവൽ ഷോട്ട്സിൻ്റെ ഏതാണ്? കോൺസ്റ്റൻറ്റ് ഇമാജ് സൈസും വേരിയബിൾ ഒബ്ജക്റ്റ് സൈസും ആണ് ജാവൽ ഷോട്ട്സ് കെരാറ്റോമീറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് റോങ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All of the following are true regarding tonometer except options A. Schurz tonometer is type of indentation tonometer. B. Goldman applanation tonometer works based on Imbert Fick law. C. Schurz tonometer start with a 7.5 gram weight with additional weights to make it 10 gram and 15 gram. D. Goldman applanation tonometer requires slit lamp with a cobalt blue light. ഈ ഒരു ക്വസ്റ്റിനും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇതിൻ്റെ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഷ്യൂർസ് ടോണോമീറ്റർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വെയിറ്റ് വെച്ചാണ്? 5.5 ഗ്രാം വെയിറ്റ് വെച്ചിട്ടാണ്. പിന്നീട് അത് അഡീഷണൽ വെയിറ്റ് ആഡ് ചെയ്തിട്ട് 7.5ലേക്കും 10ലേക്കൊക്കെ എത്തിക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഇൻട്രാഒക്കുലർ ലെൻസ് പവർ? ഓപ്ഷൻസ് എ സ്കാൻ, ബി സ്കാൻ, സി അൾട്രാസൗണ്ട് മൈക്രോസ്കോപ്പി, ഡി OCT. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ സ്കാൻ. ആർക്കും ഡൗട്ടൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ടൈപ്പ് ഓഫ് സ്റ്റാറ്റിക് പെരിമെട്രി? ഓപ്ഷൻസ് എ ഒക്ടോപ്പസ്, ബി ഹംഫ്രി ഫീൽഡ് അനലൈസർ, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ്. ഒക്ടോപ്പസും ഹംഫ്രി ഫീൽഡ് അനലൈസറും സ്റ്റാറ്റിക് പെരിമീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All are true about Placido disc except options A. Consist of equally spaced alternate black and white rings with a hole in the center. B. Closely placed mirrors indicate steepening of cornea in that axis. C. Suitable for cornea with the epithelial defects or stromal ulcers. D. Small degrees of abnormalities of corneal shape is not easily detected. ഇതിൻ്റെ ആൻസറും എല്ലാവർക്കും മെജോറിറ്റി ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ സി ആണിതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം പ്ലാസിഡോ ഡിസ്കിന് കറക്റ്റാണ്. സ്യൂട്ടബിൾ ഫോർ കോർണിയ വിത്ത് എപ്പിത്തൽ ഡിഫക്ട്സ് ഓർ സ്ട്രോമൽ അൾസേഴ്സ്. അങ്ങനെ ഉള്ളവർക്ക് സ്യൂട്ടബിൾ ആണോ? സ്യൂട്ടബിൾ അല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിഗാർഡിംഗ് ദി കാൽക്കുലേഷൻ ഓഫ് ഇൻട്രാക്കുലർ ലെൻസ് പവർ വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ഫാൾസ്? ഓപ്ഷൻസ് എ. ഇറ്റ് ഈസ് മോർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എറർ ഇൻ കെരാറ്റോമെട്രി മെഷർമെൻറ്റ് ദാൻ ആക്സൽ ലെങ്ത്. Hofer formula is better for short eyes. C. IOL master calculates IOL power by non-contact method. D. A constant of AC IOL is lower than PC IOL. ഇതിൻ്റെ ആൻസറും ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ടാവും. ഓപ്ഷൻ എ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മതി. ബാക്കിയൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ആൻസർ ചെയ്യാം. ഫോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ഓപ്ഷൻ എയിൽ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് മോർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എറർ ഇൻ കെരാറ്റോമെട്രി മെഷർമെൻറ്റ് ദാൻ ആക്സൽ ലെങ്ത് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ IOL പവർ കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ട്. A -2.5 L -0.9K ആണ്. അതായത് കെരാറ്റോമെട്രിയുടെ വാല്യൂ 0.9K ടൈംസ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ആക്സൽ ലെങ്ത്തിൻ്റെ വാല്യൂ 2.5 ടൈംസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻ എന്താണ് പറയുന്നത്? ഹോഫർ ഫോർമുല ഈസ് ബെറ്റർ ഫോർ ഷോർട്ട് ഐസ്. അതും ശരിയാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. IOL പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഐയുടെ ആക്സൽ ലെങ്ത്ത് ഒരു 22 to 24 ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ആയിരുന്നു SRK/T. 22ലും താഴെയാണെങ്കിൽ ഹോഫർ ക്യൂവും 24ൽ മേലെയാണെങ്കിൽ ഹോളാഡേയും ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതായത് 22ലും ആക്സൽ ലെങ്ത് കുറയാണെങ്കിൽ നമ്മളവിടെ ഹോഫർ ക്യൂ ആണ് യൂസ് ചെയ്തത്. കാരണം ഷോർട്ട് ഐസ്, ആക്സൽ ലെങ്ത് കുറയുമ്പോൾ ഷോർട്ട് ഐസ് ആയിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പിന്നെ എന്താ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്? IOL മാസ്റ്റർ കാൽക്കുലേറ്റ്സ് IOL പവർ ബൈ നോൺ കോൺടാക്ട് മെത്തേഡ്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ഡി എന്താണ്? എ കോൺസ്റ്റൻറ്റ് ഓഫ് AC IOL ഈസ് ലോവർ ദാൻ PC IOL. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ഓഫ് ഇൻട്രാഒക്കുലർ ലെൻസ് patient will have clear distance and near vision by which of the following methods? Options A. Implantation of multifocal IOL. B. Use of accommodative IOL. C. Implantation of monovision IOL to make the eye emmetropic and use reading glasses for near vision. D. All of the above. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്.
ക്വസ്റ്റ്യൻ എന്താണ്? ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ഓഫ് ഇൻട്രാഒക്കുലർ ലെൻസ് പേഷ്യൻറ്റ് വിൽ ഹാവ് ക്ലിയർ ഡിസ്റ്റൻസ് ആൻഡ് നിയർ വിഷൻ ബൈ വിച്ച് ഓഫ് ദ ഫോളോവിങ് മെത്തേഡ്സ്. ഇതിൽ ഓരോ ഓപ്ഷൻസ് നോക്കിയാൽ മൾട്ടിഫോക്കൽ IOL ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിയർ വിഷനും ഡിസ്റ്റൻസ് വിഷനും ക്ലിയർ ആയിട്ട് കിട്ടും. യൂസ് ഓഫ് അക്കോമഡേറ്റീവ് IOL ആണെങ്കിലും നമുക്ക് ഡിസ്റ്റൻസും നിയറും ക്ലിയർ ആയിട്ട് കിട്ടും. ഇംപ്ലാന്റേഷൻ ഓഫ് മോണോവിഷൻ IOL, അതായത് മോണോവിഷൻ IOL നമ്മൾ ഇംപ്ലാന്റ് ചെയ്തു, അത് നിയർ ഉണ്ടായിരിക്കില്ല, പക്ഷേ നിയറിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് റീഡിംഗ് ഗ്ലാസ് യൂസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? നിയറും ഡിസ്റ്റൻസും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ സിമ്പിൾ ട്രാൻസ്പോസിഷൻ ഓഫ് +2 DS bar minus 0.50 DC 60 degree the answer obtained is. സിമ്പിൾ ട്രാൻസ്പോസിഷൻ ആണ്. ഓപ്ഷൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. സ്ഫെറിക്കൽ പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയുള്ള സ്ഫിയർ കമ്പോണൻറ്റും സിലിണ്ടറിക്കൽ കമ്പോണൻറ്റും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? +2 - 0.50 വരുമ്പോൾ +1.5 DS കിട്ടും. ഇനി സിലിണ്ടറിക്കൽ പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഓൾറെഡി തന്ന സിലിണ്ടറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ -0.50ക്ക് പകരം ഓപ്പോസിറ്റ് സൈനായിട്ടുള്ള +0.50 DC വരും. ആക്സിസ് തന്നിരിക്കുന്ന ആക്സിസിൻ്റെ കൂടെ 90 കൂട്ടുക. അപ്പോൾ 60 + 90 വരുമ്പോൾ 150 ഡിഗ്രി വരും. അപ്പോൾ ഏതാ ഇവിടെ ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ റിഗാർഡിംഗ് ബൈഫോക്കൽ ഗ്ലാസസ് ആർ കറക്റ്റ് എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ, ഫ്രാങ്ക്ലിൻ ഇൻട്രൊഡ്യൂസ്ഡ് സ്പ്ലിറ്റ് ഗ്ലാസ് വിത്ത് 2 സെപ്പറേറ്റ് സെഗ്മെൻറ്റ്സ് ഹെൽഡ് ടുഗദർ ഇൻ എ ഫ്രെയിം. B, fused bifocals involved combining 2 lenses with same refractive index. C, solid bifocals are made in one piece of glass with 2 distinct curves being ground on one spherical surface. D, cemented bifocals are made by sticking the near segment of anterior surface of distance correction. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫ്യൂസ്ഡ് ബൈഫോക്കൽസ് എന്ന് പറയുന്നതിൽ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള 2 ലെൻസുകളല്ല കമ്പൈൻ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ലെൻസുകളാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഫ്യൂസ്ഡ് ബൈഫോക്കൽസിൽ നമ്മൾ ഡിസ്റ്റൻസ് വിഷൻ്റെ പാർട്ട് കൂടുതലും ക്രൗൺ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ആൻഡ് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യാണ്? അഡീഷണൽ ആയിട്ട് വേണ്ട റിഫ്രാക്ഷൻ എന്ത് ചെയ്യാണ്? ഫ്ലിൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. ഫ്ലിൻ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? പൊതുവേ ക്രൗൺ ഗ്ലാസിനേക്കാൾ കൂടുതലാണ്. സോ അങ്ങനെയാണ് ഫ്യൂസ്ഡ് ബൈഫോക്കൽസ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ അബൌട്ട് സിലിണ്ടറിക്കൽ ലെൻസസ്? ഓപ്ഷൻസ്: എ, ഇറ്റ്സ് പവർ ഈസ് 90 degree ടു ദ ആക്സിസ് ഓഫ് ദ ലെൻസ്. ബി, ലെൻസ് ഫോം എ ഫോക്കൽ ലൈൻ പാരലൽ ടു ഇറ്റ്സ് ആക്സിസ്. സി, ഇറ്റ് ഹാസ് വൺ പ്ലെയിൻ സർഫസ് ആൻഡ് അതർ കർവ്ഡ് സർഫസ്. ഡി, ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓരോ ഓപ്ഷൻസ് നോക്കിയാൽ എ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് പവർ ഈസ് 90 degree ടു ദ ആക്സിസ് ഓഫ് ദ ലെൻസ്. ലെൻസിൻ്റെ ആക്സിസിന് എപ്പോഴും 90 degree മെരിഡിയനിലായിരിക്കും. അതായത് അതിന് റെക്ടാങ്കുലർ ആയിട്ടായിരിക്കും എന്ത് കിടക്കുന്നുണ്ടാവുക? പവർ മെരിഡിയൻ കിടക്കുന്നുണ്ടാവുക. കറക്റ്റാണ്. ബി എന്താണ്? ലെൻസ് ഫോംസ് എ ഫോക്കൽ ലൈൻ പാരലൽ ടു ഇറ്റ്സ് ആക്സിസ്. നോർമലി ആക്സിസ് തന്നെയാണ് ഫോക്കൽ ലൈൻ ആയിട്ട് വരാറുള്ളത്. അപ്പോൾ ലെൻസ് ഫോം എ ഫോക്കൽ ലൈൻ പാരലൽ ടു ഇറ്റ്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? കറക്റ്റാണ്. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് വൺ പ്ലെയിൻ സർഫസ് ആൻഡ് അതർ കർവ്ഡ് സർഫസ്. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ സ്ഫെറിക്കൽ ലെൻസസ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, ഇതൊക്കെ നമ്മളൊരു സ്ഫിയറിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നാൽ നമ്മളൊരു സിലിണ്ടറിക്കൽ ലെൻസസ് ആണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? അതിനൊരു കർവ്ഡ് സർഫസും ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻ സർഫസും ഉണ്ട്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിഗാർഡിംഗ് അസ്റ്റിഗ്മാറ്റിസം all are true except. Options: A, in with the rule astigmatism vertical axis is more curved than horizontal axis. B, in simple myopic astigmatism the rays are focused on the retina in one meridian and in front of the retina in other meridian. C, it is corrected by convex spherical lens. D, in oblique astigmatism the 2 principal meridii are not horizontal and vertical. ഇതിൻ്റെ ആൻസർ എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഓപ്ഷൻ സി ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ സിലിണ്ടറിക്കൽ ലെൻസസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അസ്റ്റിഗ്മാറ്റിസം കറക്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദ ഫിസിയോളജിക്കൽ ഒപ്റ്റിക്കൽ ഡിഫക്ട്സ് ഇൻ ഹ്യൂമൻ ഐ ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ, ക്രോമാറ്റിക് അബറേഷൻ. ബി, പ്രിസ്മാറ്റിക് അബറേഷൻ. സി, ഡിഫ്രാക്ഷൻ. ഡി, സ്ഫെറിക്കൽ അബറേഷൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, പ്രിസ്മാറ്റിക് അബറേഷൻ ആണ്.
ഈ പ്രിസ്മാറ്റിക് അബറേഷൻ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഡിഫക്റ്റ് ആണ്. പക്ഷേ അത് നമ്മൾ ഹ്യൂമൺ ഐയിൽ വരുന്ന ഒരു ഫിസിയോളജിക്കൽ ഒപ്റ്റിക്കൽ ഡിഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള ക്രോമാറ്റിക് അബറേഷൻ, ഡിഫ്രാക്ഷൻ, സ്ഫെറിക്കൽ അബറേഷൻ ഇതൊക്കെ നമ്മുടെ ഹ്യൂമൺ ഐയിലൂടെ ലൈറ്റ് റേസ് പാസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. എന്നാൽ പ്രിസ്മാറ്റിക് അബറേഷൻ എന്ന് പറയുന്നത് ഒരു ഐ വെയർ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ ഈ പ്രിസ്മാറ്റിക് എഫക്റ്റ് ഒക്കെ വരുള്ളൂ. അതാണ് വ്യത്യാസം. നെക്സ്റ്റ്, ഇൻ ഓഫ്താൽമോളജി പ്രിസംസ് ആർ യൂസ്ഡ് ഇൻ ഓപ്ഷൻസ്: എ ഇവാലുവേഷൻ ഓഫ് സ്ട്രാബിസ്മസ്, ബി ഓഫ്താൽമിക് ഇൻസ്ട്രുമെൻറ്റ്സ്, സി ലോ വിഷൻ എയ്ഡ്സ്, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ്. എല്ലാവർക്കും കിട്ടിക്കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്കൽ കണ്ടീഷൻ ഇൻ വിച്ച് റിഫ്രാക്ഷൻ ഓഫ് ദ ടു ഐസ് ഡിഫേഴ്സ് ഇൻ വെറൈറ്റി ആൻഡ് ഡിഗ്രി ഈസ് നെയിംഡ് ആസ്. ഓപ്ഷൻസ്: അനൈസോകോണിയ, അനൈസോമെട്രോപ്പിയ, അനൈസോകോറിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? രണ്ട് കണ്ണിൽ റിഫ്രാക്ഷൻ ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ അനൈസോമെട്രോപ്പിയ എന്നാണ് പറയുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ കെരാറ്റോഗോണസ്, ബി അഫാക്കിയ, സി പ്രസ്ബയോപ്പിയ, ഡി റെസിഡുവൽ ഹൈപ്പർമെട്രോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. കെരാറ്റോഗോണസിൽ എന്താ, നമ്മൾ കോൺവെക്സ് ലെൻസ് അല്ല യൂസ് ചെയ്യുക. ബാക്കിയുള്ള കണ്ടീഷൻസൊക്കെ പ്ലസ് പവർ വരുന്നതാണ്. പക്ഷേ കെരാറ്റോഗോണസിൽ എന്താണ്, ഹൈ മൈനസ് കണ്ടീഷൻ ആയിരിക്കും, ഹൈ ഡിഗ്രി ഓഫ് അസ്റ്റിഗ്മാറ്റിസം ഉണ്ടാവും. അപ്പോൾ മിക്കവാറും നമ്മൾ മയോപിക് സിലിണ്ടർ, കോൺകേവ് സിലിണ്ടേഴ്സ് ആയിരിക്കും കെരാറ്റോഗോണസിൽ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള അഫാക്കി കണ്ടീഷൻസിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? പ്ലസ് ലെൻസസ്, കോൺവെക്സ് ലെൻസ് തന്നെയാണ് കൊടുക്കുന്നത്. പ്രസ്ബയോപ്പിയ കണ്ടീഷൻസിലും നമ്മൾ കോൺവെക്സ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. റെസിഡുവൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ഹൈപ്പർമെട്രോപ്പി ഫുള്ളി കറക്റ്റഡ് ആയിട്ടില്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കോൺവെക്സ് ലെൻസ് തന്നെയാണ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസ്റ്റിഗ്മാറ്റിസം ഈസ് എ ടൈപ്പ് ഓഫ്. ഓപ്ഷൻസ്: എ ആക്സൽ അമെട്രോപ്പിയ, ബി കർവേച്ചറൽ അമെട്രോപ്പിയ, സി ഇൻഡെക്സ് അമെട്രോപ്പിയ, ഡി പൊസിഷണൽ അമെട്രോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കർവേച്ചറൽ അമെട്രോപ്പിയാണ്. നെക്സ്റ്റ്, ഇൻസിഡൻറ്റ് പാരലൽ റേസ് come to focus posterior to the light sensitive layer of retina in all except. Options: A hypermetropia, B myopia, C aphakia, D presbyopia. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മയോപ്പിയ ആണ്. മയോപ്പിയയിൽ മാത്രമാണ് ഇതിൽ ലൈറ്റ് റേസ് ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന വന്ന് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിലും എങ്ങനെയാണ്? റെറ്റിനയ്ക്ക് പോസ്റ്റീരിയർ ആയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ആ ഫോക്കസിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലസ് ലെൻസ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള കണ്ടീഷൻസിലൊക്കെ എന്ത് ചെയ്യുന്നത്? കറക്ഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ്, സ്റ്റേംസ് കോണോയിഡ് റെപ്രസെൻറ്റ്സ് റിഫ്രാക്ഷൻ ത്രൂ എ. ഓപ്ഷൻസ്: എ കോൺവെക്സ് സർഫസ്, ബി കോൺകേവ് സർഫസ്, ഡി ടോറിക് സർഫസ്, ഡി നൺ ഓഫ് ദ എബോ. ഇതെന്താണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ഇയറും ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ DMEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓപ്ഷൻ സി ടോറിക് സർഫസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്ഡയറക്റ്റഡ് ഐലാഷസ് ആർ ടേംഡ് ആസ്. ഓപ്ഷൻസ്: എ ഡിസ്റ്റിക്കിയാസിസ്, ബി മെഡ്രോസിസ്, സി പോളിയോസിസ്, ഡി ട്രക്കിയാസിസ്. ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ഡി ട്രക്കിയാസിസ് ആണ് ആൻസർ. നെക്സ്റ്റ്, ദി ടെസ്റ്റ് ഫോർ മെഷറിംഗ് ദ ടിയർ സെക്രിയേഷൻ ഈസ്. ഓപ്ഷൻസ്: എ റോപ്ലാസ് ടെസ്റ്റ്, ബി സിറിഞ്ചിങ് ടെസ്റ്റ്, സി ഷിർമർ ടെസ്റ്റ്, ഡി ജോൺസ് ഡൈ ടെസ്റ്റ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടിയർ സെക്രിയേഷൻ മെഷർ ചെയ്യാനുള്ള ടെസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ഷിർമർ ടെസ്റ്റാണ്. നെക്സ്റ്റ്, ബിഡോട്ട് സ്പോട്ട് ഈസ് സീൻ ഇൻ. ഓപ്ഷൻസ്: എ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി, ബി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, സി വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഡി വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ ബി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. നെക്സ്റ്റ്, കോർണിയൽ ട്രോമ വിത്ത് വെജിറ്റേറ്റീവ് മാറ്റർ ഓഫൺ ലീഡ്സ് ടു. ഓപ്ഷൻസ്: എ ബാക്ടീരിയൽ കോർണിയൽ അൾസർ, ബി ഫംഗൽ കോർണിയൽ അൾസർ, സി വൈറൽ കോർണിയൽ അൾസർ, ഡി അക്കാന്തമീബ കോർണിയൽ അൾസർ. ഇതും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മെജോറിറ്റി ആൾക്കാർക്കും ഇതും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ആൻസർ കോർണിയൽ ട്രോമ വിത്ത് വെജിറ്റേറ്റീവ് മാറ്റർ എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ഫംഗൽ കോർണിയൽ അൾസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫീച്ചേഴ്സ് ഓഫ് ഐറിഡോസൈക്ലൈറ്റിസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ ഹൈപ്പോപയോൺ, ബി കെരാറ്റിക് പ്രെസിപിറ്റേറ്റ്സ്, സി കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട്, ഡി ഹൈഫമ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഹൈഫമയാണ്. ബാക്കിയെല്ലാം ഐറിഡോസൈക്ലൈറ്റിസിൻ്റെ ഫീച്ചേഴ്സാണ്. നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഹൈപ്പർ മെച്യൂർ കാറ്ററാക്ട് ഇൻക്ലൂഡ്സ്. ഓപ്ഷൻസ്: എ മിൽക്കി വൈറ്റ് കാറ്ററാക്ട്, ബി ബ്രൗൺ ന്യൂക്ലിയസ് സിങ്കിങ് ഡൗൺ, സി ഇലാസ്റ്റിക് ക്യാപ്സ്യൂൾ വിത്ത് കാൽസിഫിക്കേഷൻ, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഈ പറഞ്ഞവയെല്ലാം ഹൈപ്പർ മെച്യൂർ കാറ്ററാക്റ്റിൻ്റെ ഫീച്ചേഴ്സാണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ. Next question, in a patient with total cataract,
retina is evaluated by options A. ultrasound, B. direct ophthalmoscopy, C. indirect ophthalmoscopy, D. slit lamp biomicroscopy. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ അൾട്രാസൗണ്ട് ആണ്. അതായത് ടോട്ടൽ കാറ്ററാക്റ്റ് ആകുമ്പോൾ നമ്മൾ നോർമലി ഫണ്ടസ് ഇവാലുവേഷന് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പിയും ഇൻഡയറക്റ്റും അതുപോലെ സ്ലിറ്റ് ലാമ്പ് ബയോമൈക്രോസ്കോപ്പിയൊക്കെയാണ്. പക്ഷേ നമ്മളുടെ മീഡിയം ഭയങ്കരമായിട്ട് കാറ്ററാക്റ്റസ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് റേസ് കടന്നു പോയില്ല. അപ്പോൾ നമുക്ക് ഫണ്ടസിൻ്റെ വ്യൂ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുക? അൾട്രാസൗണ്ട്സ് ആണ് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യുക. എ സ്കാനോ ബി സ്കാനോ ഒക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഗ്ലോക്കോമ ഈസ് ഇൻകറക്റ്റ്? Options A. Glaucoma is defined as a group of ocular diseases characterized by progressive optic neuropathy with associated visual function loss. B. It is the second most common cause of irreversible blindness in the world. C. It is always associated with raised intraocular pressure. D. With appropriate screening, it can be identified early. ഇതിൻ്റെ ആൻസറും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻലി ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ഒപ്റ്റിക് ന്യൂറോപ്പതിയാണ് വിത്ത് അസോസിയേറ്റഡ് വിഷ്വൽ ഫംഗ്ഷൻ ലോസ്. പക്ഷേ അതോട് കണക്ട് ചെയ്തുകൊണ്ട് എപ്പോഴും റൈസ്ഡ് ഇൻട്രാക്കുലർ പ്രഷർ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ. IOP നോർമൽ ആകുന്ന കണ്ടീഷൻസിലും നമുക്ക് എന്തുണ്ടാവാം? ഗ്ലോക്കോമ സംഭവിക്കാം. നെക്സ്റ്റ്. Investigations needed to diagnose glaucoma include options A. tonometry, B. perimetry, C. gonioscopy, D. all of the above. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി all of the above ആണ്. എല്ലാവർക്കും കിട്ടിക്കാണും. നെക്സ്റ്റ്. IOP മെഷർമെൻറ്റ് യൂസിങ് റാപ്പിഡ് എയർ പൾസ് ടു ഫ്ലാറ്റൻ ദ കോർണിയ is done by options A. non contact tonometry, B. applanation tonometry, C. Short's tonometry, D. none of the above. ഇതിൻ്റെ ആൻസർ എന്താണ്? നോർമലി നമ്മൾ ക്ലിനിക്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് NCT നോൺ കോണ്ടാക്ട് ടോണോമെട്രി. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ. ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് വിഷ്വൽ ഫീൽഡ് അസസ്മെൻറ്റ് ഇൻ എ കേസ് ഓഫ് ഗ്ലോക്കോമ ഈസ് ഓപ്ഷൻസ് എ. ജെറംസ് പെരിമീറ്റർ മെത്തേഡ്, ബി. കൺഫ്രോണ്ടേഷൻ മെത്തേഡ്, സി. ഹംഫ്രി ഫീൽഡ് അനലൈസർ മെത്തേഡ്, ഡി. ലിസ്റ്റേഴ്സ് പെരിമീറ്റർ മെത്തേഡ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഹംഫ്രി ഫീൽഡ് അനലൈസർ മെത്തേഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടിപ്പിക്കൽ ഫീൽഡ് ഡിഫക്ട്സ് ഇൻ പെരിമെട്രി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ. ആൾട്ടിറ്റ്യൂഡൽ ഫീൽഡ് ഡിഫക്റ്റ്, ബി. ആർക്വറ്റ് ഫീൽഡ് ഡിഫക്റ്റ്, സി. സീഡൽ സ്കോട്ടോമ, ഡി. ട്യൂബുലാർ ഫീൽഡ് ഡിഫക്റ്റ്. ഇത് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഗ്ലോക്കോമയിൽ വരുന്ന ഫീൽഡ് ഡിഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള ഇതേ മോഡലുള്ള വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട് മുമ്പ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആൾട്ടിറ്റ്യൂഡൽ ഫീൽഡ് ഡിഫക്റ്റ് ആണ്. ബാക്കിയെല്ലാം പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫീൽഡ് ഡിഫക്ട്സ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The type of glaucoma considered as silent thief of sight is options A. congenital glaucoma, B. primary narrow angle glaucoma, C. primary open angle glaucoma, D. neovascular glaucoma. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമനെയാണ് നമ്മൾ സൈലൻറ്റ് തീഫ് ഓഫ് സൈറ്റ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലോക്കോമ ഇൻക്ലൂഡ്സ് ഓപ്ഷൻസ് എ. ടോപ്പിക്കൽ ഡ്രോപ്സ്, ബി. ട്രാബുക്കുലക്ടമി, സി. ലേസർ ട്രീറ്റ്മെൻറ്റ്, ഡി. ഓൾ ഓഫ് ദ എബോവ്. എന്താ ആൻസർ? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. എല്ലാം ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒപ്റ്റിക്കൽ എയ്ഡ്സ് യൂസ്ഡ് ഇൻ റീഹാബിലിറ്റേഷൻ ഓഫ് ലോ വിഷൻ പേഷ്യൻസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ. വൈറ്റ് കെയിൻ, ബി. മാഗ്നിഫയർ, സി. പ്രിസംസ്, ഡി. ടെലസ്കോപ്പ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ വൈറ്റ് കെയിൻ ആണ്. വൈറ്റ് കെയിൻ എന്ന് പറയുന്നത് എന്തല്ല? ഒരു ഒപ്റ്റിക്കൽ എയ്ഡ് അല്ല, അതൊരു നോൺ ഒപ്റ്റിക്കൽ എയ്ഡ്സിൽ വരുന്നവയാണ്. ബാക്കിയെല്ലാം ഒപ്റ്റിക്കൽ എയ്ഡ്സ് ആണ്. നെക്സ്റ്റ്. നൊവേഡേയ്സ് ഓഫ്താൽമിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ. ഓട്ടോക്ലേവ്, ബി. ETO സ്റ്റെറിലൈസേഷൻ, സി. പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ, ഡി. ഹോട്ട് എയർ ഓവൻ. ഇതിൻ്റെ ആൻസർ PSC കൊടുത്തത് ഓപ്ഷൻ ഡി ഹോട്ട് എയർ ഓവൻ ആണ്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മേ ബി ഒഫീഷ്യൽ ആൻസർക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കാം. നെക്സ്റ്റ്. ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇൻ ബൈനോക്കുലാർ സിംഗിൾ വിഷൻ ഈസ് ഓപ്ഷൻസ് എ. ഫ്യൂഷൻ, ബി. സ്റ്റീരിയോപ്സിസ്, സി. സൈമൾട്ടേനിയസ് പെർസെപ്ഷൻ, ഡി. വെർജൻസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി സൈമൾട്ടേനിയസ് പെർസെപ്ഷൻ. നെക്സ്റ്റ്. ദ റിഫ്രാക്റ്റീവ് എറർ അസോസിയേറ്റഡ് വിത്ത് ഈസോട്രോപ്പിയ ഈസ് ഓപ്ഷൻസ് എ. ഹൈപ്പമെട്രോപ്പിയ, ബി. മയോപ്പിയ, സി. അസ്റ്റിഗ്മാറ്റിസം, ഡി. നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പമെട്രോപ്പിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് മിക്കവാറും കാണാറുള്ളത് ഈസോട്രോപ്പിയയാണ്. എക്സോട്രോപ്പിയ മയോപ്പിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് മോസ്റ്റ്ലി കാണാറുള്ളതെന്ന് നമ്മൾ പറയാറുണ്ട്.
നെക്സ്റ്റ്, കോസസ് ഫോർ ആംബ്ലിയോപ്പിയ ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ സെൻസറി ഡിപ്രിവേഷൻ, ബി മയോപ്പിയ, സി അനൈസോമെട്രോപ്പിയ, ഡി സ്ട്രാബിസ്മസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി മയോപ്പിയ ആണ്. ബാക്കിയെല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ ആംബ്ലിയോപ്പിയയുടെ കോസസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളവയാണ്. നെക്സ്റ്റ്, ഡീവിയേഷൻ ഓഫ് വൺ ഐ ഇൻഫീരിയർലി ഈസ് ടേംഡ് ആസ് ഓപ്ഷൻസ് എ എക്സോട്രോപ്പിയ, ബി ഈസോട്രോപ്പിയ, സി ഹൈപ്പോട്രോപ്പിയ, ഡി ഹൈപ്പർട്രോപ്പിയ. ഇൻഫീരിയർലി ആണ്, അപ്പോൾ എന്താണ്? ഹൈപ്പോ ആണ്, ഹൈപ്പോട്രോപ്പിയ ആണ്. സുപ്പീരിയർലി ആണെങ്കിൽ ഹൈപ്പർ ആവും. നെക്സ്റ്റ്, റിട്ടൈൻഡ് അയൺ ഫോറിൻ ബോഡി കോസസ് ഓപ്ഷൻസ് എ സിഡറോസിസ്, ബി ചാൽക്കോസിസ്, സി ആജിറോസിസ്, ഡി നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? അയൺ ഫോറിൻ ബോഡി ആണെങ്കിൽ ഓപ്ഷൻ എ സിഡ്രോസിസ് ആണ്. ചാൽക്കോസിസ് എന്താണ്? കോപ്പർ ആണെങ്കിലാണ് ചാൽക്കോസിസ്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ടാർഗറ്റ് ഡിസീസ് ഐഡൻറ്റിഫൈഡ് ഫോർ വിഷൻ 2020 ഇൻ ഇന്ത്യ ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഓങ്കോസെർക്കിയാസിസ്, ബി ട്രക്കോമ, സി കോർണൽ ബ്ലൈൻഡ്നസ്, ഡി ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഓങ്കോസെർക്കിയാസിസ് ആണ് ആൻസർ. ഇതും കുറേ പേർക്ക് ഡൗട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഇന്ത്യ എന്നുള്ളത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വിഷൻ 2020 എന്ന് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. നമുക്കറിയാം വിഷൻ 2020 എന്ന് പറയുന്നത് ഒരു ഗ്ലോബലി ഇനീഷ്യേറ്റീവ് ആണ്. നമ്മൾ ഗ്ലോബലി പറയുമ്പോൾ അതിൽ ഓങ്കോസെർക്കിയാസിസ് എന്താണ്? വിഷൻ 2020യുടെ അണ്ടറിൽ വരുന്ന ഒരു ടാർഗറ്റ് ഡിസീസ് തന്നെയാണ്. എന്നാൽ ഇന്ത്യയിൽ വരുമ്പോൾ വിഷൻ 2020യുടെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് അത് വരുമ്പോൾ ടാർഗറ്റ് ഡിസീസിൽ എന്ത് വരുന്നില്ല? ഓങ്കോസെർക്കിയാസിസ് വരുന്നില്ല. ബാക്കിയുള്ള ഡിസീസ് എല്ലാം ഇന്ത്യയുടെ ഭാഗമായിട്ട് വിഷൻ 2020യുടെ അണ്ടറിൽ വരുന്നവയാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞ DHS എക്സാമിന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇതിന് മുമ്പ് നടന്ന DME DHS എക്സാമിനേക്കാൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്ന ഒരു എക്സാം ആയിരുന്നു. കൺഫ്യൂഷൻ അടിച്ച് തെറ്റിക്കാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്തവർക്ക് മാത്രമേ നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് ആരും ടെൻഷൻ ആവാണ്ടിരിക്കുക. നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. വരുന്ന അവസരങ്ങളൊക്കെ മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. ഇനി RRBയുടെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. കുറച്ച് വാക്കൻസിയാണെന്ന് വിചാരിച്ചിട്ട് നോക്കാണ്ടിരിക്കണ്ട. നമുക്കായിട്ട് വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും എന്ത് ചെയ്യുക? മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക എല്ലാവരും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന എല്ലാവരോടും താങ്ക്സ്.